ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് യൂണിവേഴ്സൽ കമ്പനി പുറത്തിറക്കുന്ന ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ്. ഇതൊരു 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ്. ഇവരുടെ തന്നെ 5.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 2.1 ആംപ്ലിഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രൊട്ടക്ഷനാണിത്. ഈ ബോർഡിലേക്ക് കൊടുക്കേണ്ട ഇൻപുട്ട് വോൾട്ടേജ് 12.012 AC വോൾട്ടേജാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്തിനാണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ ഒരു ആംപ്ലിഫയറിൽ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആംപ്ലിഫയറിൻ്റെ ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ ഐസിയോ അല്ലെങ്കിൽ മോസ്പെറ്റോ അത് കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്പീക്കറിലേക്ക് DC വോൾട്ടേജ് കയറി ചെല്ലും. DC വോൾട്ടേജ് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ സ്പീക്കർ അടിച്ചു പോകും, സ്പീക്കർ കംപ്ലൈൻ്റ് ആയി പോകും. അപ്പം നമുക്ക് ആംപ്ലിഫയറിനേക്കായി ഏറ്റവും കൂടുതൽ ചിലവ് വരിക സ്പീക്കറിൻ്റെ ബോക്സും സ്പീക്കറും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ആംപ്ലിഫയറിനേക്കായും ഇരട്ടി പൈസ നമുക്ക് വരിക. അപ്പോൾ സ്പീക്കർ കംപ്ലൈൻ്റ് ആവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ വെക്കുന്നത്. ആംപ്ലിഫയർ കംപ്ലൈൻ്റ് ആയാലും സ്പീക്കർ നമുക്ക് അടിച്ചു പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ വെച്ചിട്ടില്ലെങ്കിൽ ആംപ്ലിഫയർ കംപ്ലൈൻ്റ് ആയ സ്പീക്കർ പെട്ടെന്ന് അടിച്ചു പോകും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആംപ്ലിഫയർ ഓൺ ആക്കുന്ന സമയത്തും പെട്ടെന്ന് സ്പീക്കർ കംപ്ലൈൻ്റ് ആവാണ്ട് നിൽക്കാൻ വേണ്ടി ഈ റിലേ കുറഞ്ഞ സെക്കൻഡ് കഴിഞ്ഞിട്ടേ ഓൺ ആവുള്ളൂ. അപ്പോൾ അതും നമുക്കൊരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഇതുപോലുള്ള സ്പീക്കർ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞാനിത് ഈ സ്ക്രീനിൽ നമ്പർ കൊടുക്കേണ്ട, ആ നമ്പറിൽ നോക്കി നിങ്ങൾ വിളിച്ചാൽ മതി. ഏത് മോഡൽ പ്രൊട്ടക്ഷൻ വേണേൽ 2.1 സ്റ്റീരിയോ പ്രൊട്ടക്ഷനോ അതോ 5.1 പ്രൊട്ടക്ഷനോ ഏത് മോഡൽ വേണമെങ്കിലും ഞങ്ങൾ അയച്ചു തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.